യുദ്ധം 12-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്നലെയും യുധിഷ്ഠിരനെ ബന്ദിയാക്കി കൊണ്ടുവരാൻ ദ്രോണാചാര്യരെ കൊണ്ട് പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അർജുനനെ യുദ്ധഭൂമിയിൽ നിന്നും മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ യുധിഷ്ഠിരന്റെ സമീപത്തു നിന്നും മാറ്റി നിർത്താൻ കൗരവരെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യുധിഷ്ഠിരനെ ബന്ദിയാക്കാൻ ദ്രോണാചാര്യർക്ക് കഴിയാതിരുന്നത്. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ആ പ്ലേലിസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ മതി. അതിനകത്ത് എല്ലാ അധ്യായങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പല ആളുകളും കമന്റിൽ ചോദിച്ചതാണ് കർണൻ എവിടെയായിരുന്നു എന്ന്. കർണൻ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സിമ്പിളാണ്. കാരണം സേനാധിപതിയായിട്ട് നിയമിക്കപ്പെട്ടത് ദ്രോണാചാര്യരാണ്. അപ്പം പാണ്ഡവരെ കീഴ്പ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ദ്രോണാചാര്യർക്ക് തന്നെയാണ്. പക്ഷേ തൻ്റെ ആത്മമിത്രമായിട്ടുള്ള ദുര്യോധനന്റെ ദേഹത്തേക്ക് ഒരു പിടി മണ്ണ് വീഴാൻ പോലും അനുവദിക്കാതെ സദാ ജാഗരൂകനായി സന്നദ്ധനായി കാവല് നിൽക്കുന്നുണ്ട് അംഗരാജാവായിട്ടുള്ള കർണൻ, അല്ലെങ്കിൽ ദുര്യോധനന്റെ ആത്മമിത്രമായിട്ടുള്ള കർണൻ. അങ്ങനെ യുദ്ധം തുടങ്ങുമ്പം പദ്ധതികൾ വളരെ വ്യക്തമാണ്. ത്രികതയിൽ നിന്നുള്ള ത്രികത വീരന്മാർ എന്നറിയപ്പെടുന്ന സമസപ്തകന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുശർമ്മനും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അർജുനനെ തടഞ്ഞു നിർത്തുക എന്നുള്ള ഉദ്യോഗത്തിനായിട്ട് നിയമിക്കപ്പെടുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആരാണ് ഈ ഭാഗരഥനാണ്? നരകാസുരന്റെ പുത്രനാണ് ഭാഗരഥൻ. ഇന്നത്തെ ആസാം പണ്ട് ഒരു പുരാതന ഇന്ത്യൻ സാമ്രാജ്യമായിരുന്നു കാമരൂപ് എന്ന് പറയുന്നത്. അതിന്റെ തലസ്ഥാനം പ്രാഗ്ജാതുഷ്പർ ആണ്. മുര എന്ന് പറയുന്ന ഒരു ഡേമന്റെ സംരക്ഷണത്തിലുള്ള പ്രദേശമായിരുന്നു ഈ കാമരൂപ്. കാമരൂപിലെ രാജാവായിരുന്ന നരകാസുരൻ ദേവലോകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കി 16,000 സ്ത്രീകളെ ബന്ദികളാക്കി തന്റെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം കൃഷ്ണന്റെ പത്നിയായിട്ടുള്ള സത്യഭാമ പറഞ്ഞു, നമുക്ക് നരകാസുരന്റെ തടവിലുള്ള ആ 16,000 സ്ത്രീകളെയും മോചിതരാക്കണം, നരകാസുരനുമായി അങ്ങ് യുദ്ധം ചെയ്യണം. പക്ഷേ നരകാസുരന്റെ സാമ്രാജ്യത്തിന്റെ സംരക്ഷണം, പ്രാഗ്ജ്യോതിഷ്പുരന്റെ സംരക്ഷണം മുരയ്ക്കായിരുന്നു. ആ മുരയെ കൃഷ്ണൻ വധിച്ചതോടു കൂടിയിട്ടാണ് കൃഷ്ണന് മുരാരി എന്നുള്ള പേര് കിട്ടുന്നത്. നരകാസുരനെ വധിച്ച ദിവസം നരക ചതുർദശി, പിന്നെ ദസറ, ദീപാവലി, അങ്ങനെ പല പേരിൽ പല സ്ഥലങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതവിടെ നിന്നോട്ടെ. ആ ആഘോഷത്തിനെ കുറിച്ചൊന്നും ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും തൻ്റെ പിതാവിനെ വധിച്ച കൃഷ്ണനോട് നരകാസുരന്റെ പുത്രനായിട്ടുള്ള ഭാഗരഥന് വിദ്വേഷം ഉണ്ടായിരിക്കും. നരകാസുരന്റെ പുത്രനാണ് ഭാഗരഥൻ. പിന്നെ പ്രാഗ്ജ്യോതിഷ്പൂരിന്റെ രാജാവായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത് ഭാഗരഥനാണ്. നരകരാജാവായിട്ടുള്ള ഭാഗരഥൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പം കൃഷ്ണനോടുള്ള വെറി കൊണ്ട് സ്വാഭാവികമായിട്ടും കൃഷ്ണനെതിരെ യുദ്ധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭാഗരഥൻ കൗരവപക്ഷത്തേക്ക് ചേക്കേറുകയായിരുന്നു. ഇന്നത്തെ യുദ്ധത്തിനകത്ത് ഭാഗരഥന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഭാഗരഥൻ ആരാണ് എന്ന് വലിച്ചു നീട്ടി പറയുന്നത്. അങ്ങനെ യുദ്ധം നടക്കുന്ന സാഹചര്യമാണ്. ത്രികതയിൽ നിന്നുള്ള പോരാളികൾ സമസപ്തകന്മാരും അർജുനനും തമ്മിലുള്ള യുദ്ധത്തിനാണ്. അതായത് സമസപ്തകന്മാർ അർജുനനെ തടഞ്ഞു നിർത്തണം എന്നുള്ള ടാസ്ക് എന്നുള്ള ഉത്തരവാദിത്വം ദ്രോണാചാര്യർ ഇവർക്ക് നൽകുന്നു. ദ്രോണാചാര്യർക്ക് വേണ്ടി ദുര്യോധനനാണ് ഉത്തരവിട്ടത്. ഈ സമയത്ത് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ദ്രോണാചാര്യരുടെ ശപഥം എന്നെ ബന്ദിയാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അർജുനൻ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ദ്രോണാചാര്യർക്ക് എൻ്റെ അടുക്കലേക്ക് എത്തി എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യം. അതേസമയം സമസപ്തകന്മാർ ഒരു വശത്തു നിന്നും പാണ്ഡവസേനയെ മുഴുവൻ കൊന്നൊടുക്കി തുടങ്ങിയപ്പോൾ സമസപ്തകന്മാർ ധനുർവിദ്യയിൽ കേമന്മാരായതുകൊണ്ട് തന്നെ അവരെ തടയേണ്ട ഉത്തരവാദിത്വം അർജുനനല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റില്ല. അഭിമന്യു മികച്ച യോദ്ധാവൊക്കെ തന്നെയാണ്. പക്ഷെ ആ സമയം അഭിമന്യു ഉൾപ്പെടെയുള്ള പോരാളികൾ യുധിഷ്ഠിരന്റെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ അർജുനനും സമസപ്തകന്മാരും തമ്മിലുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വശത്ത് വളരെ രൂക്ഷമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ കൗരവരെല്ലാവരും ദ്രോണരുടെ സംരക്ഷണത്തിന് വേണ്ടി വന്ന് ദ്രോണർക്ക് വേണ്ടി ഗാർഡായിട്ട് നിന്ന് പൊരുതുകയാണ്. മറ്റു പാണ്ഡവ പ്രമുഖരും, ഇപ്പം നമ്മുടെ സാത്വികയായിട്ടാണെങ്കിലും സാത്വികിയും നകുലനും സഹദേവനും ദൃഷ്ടദ്യുമ്നും വിരാടനും അങ്ങനെ എല്ലാ ആളുകളും ആർക്ക് പ്രൊട്ടക്ഷനുമായിട്ട് നിൽക്കുകയാണ്? യുധിഷ്ഠിരന് പ്രൊട്ടക്ഷനുമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ കൃതകർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ആർക്ക് പ്രൊട്ടക്ഷനുമായിട്ട് നിൽക്കുകയാണ്? ദ്രോണർക്ക് പ്രൊട്ടക്ഷനുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ദ്രോണാചാര്യർ പല പാണ്ഡവ പ്രമുഖരെയും വധിച്ചു. ഇപ്പം വിരാട രാജാവിൻ്റെ സഹോദരനായിട്ടുള്ള ശനിദേവനെ വധിച്ചു. അങ്ങനെ പാണ്ഡവരിലെ ചില പ്രമുഖരെ, ദൃഷ്ടസേനനെ വധിച്ചു. അങ്ങനെ കുറേ അധികം പാണ്ഡവ വീരന്മാരെ ആര് വധിക്കുന്നുണ്ട്? ദ്രോണാചാര്യർ വധിക്കുന്നുണ്ട്. ഈ പേരുകൾ പറഞ്ഞാൽ കുറെ അങ്ങോട്ട് പോകും. പിന്നെ വിരാട രാജാവിൻ്റെ ബന്ധുക്കളെല്ലാം അദ്ദേഹം വധിച്ചു തള്ളുന്നുണ്ട്. അങ്ങനെ ദ്രുപദ രാജാവിൻ്റെ ബന്ധുക്കളെല്ലാം വധിച്ചു തള്ളുന്നുണ്ട്. ഈ സമയത്ത് രണ്ടുപേരും പരസ്പരം എത്താതിരിക്കാൻ, അതായത് അർജുനൻ സമസപ്തകന്മാരുമായിട്ടുള്ള പോരിന് പോയിരിക്കുകയാണ്. ഈ സമയത്ത് ദ്രോണാചാര്യർ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി പാണ്ഡവരെല്ലാം ഒരുമിച്ച് നിർന്ന് സംരക്ഷണ കവചം ചേർത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കൗരവരുടെ പ്രമുഖർ, ഇപ്പം അശ്വത്ഥാമ ഉൾപ്പെടെയുള്ള ആളുകൾ, കൃതകർമാവ്, പിന്നെ കൗരവരും എല്ലാവരും കൂടെ ദ്രോണരെ പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പം ഈ രണ്ട് വശത്തു നിന്നുള്ള പടകളും രഥവും ആയുധങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അഭിമന്യു ഉൾപ്പെടെയുള്ള ആളുകൾ, ഋഷകേതു എല്ലാവരും, വൃഷസേനനും എല്ലാവരും ഈ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് കൈകൊണ്ട് യുദ്ധം നടത്തുകയാണ്. അതായത് കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മല്ല യുദ്ധം നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി.
ഈ ഒരു സമയത്ത് ഭീമസേനൻ ഒരു വശത്ത് നിന്ന് കൗരവരെ നന്നായിട്ട് പ്രഹരിച്ചു തുടങ്ങിയപ്പം ഭീമസേനനെ ലോക്ക് ചെയ്യാൻ പറ്റിയവൻ ആരാണ്? ഭീമനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ ഭാഗദത്തൻ, ആനപ്പൂരിൽ കേമനായിട്ടുള്ള ഭാഗദത്തൻ യുദ്ധത്തിലേക്ക് വരുന്നു. ഭാഗദത്തൻ പാണ്ഡവരെ മുഴുവൻ ഒരു വശത്ത് നിന്ന് ചതച്ചരച്ചില്ലാതാക്കുന്നു. അപ്പം ഭാഗദത്തൻ പാണ്ഡവ സേനയെ മുഴുവൻ ഇല്ലാതാക്കുന്ന കാഴ്ച കണ്ടിട്ട് ഭീമസേനൻ ഭാഗദത്തനോട് എതിരിടാൻ വരികയാണ്. ഭാഗദത്തന്റെ ആന തന്നെ ഒരു 1.5 പവറുള്ള ആനയാണ്. ആ ആനപ്പുറത്തിരുന്ന യുദ്ധത്തിൽ ഭീമസേനനല്ല, ലോകത്ത് വേറെ ആര് വന്നാലും ഭാഗദത്തനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭാഗദത്തൻ ഭീമസേനന്റെ അസ്ത്രം തകർത്തുന്നു, കുതിരകളെ കൊല്ലുന്നു, എല്ലാം ഭാഗദത്തൻ നശിപ്പിച്ചു. അവസാനം ഭീമസേനന് ഒരു രക്ഷയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഭീമസേനൻ ഭാഗദത്തന്റെ മുമ്പിൽ കടന്ന് മരിക്കും എന്നുള്ള അവസ്ഥയായി. മൃതപ്രായനാകുന്ന അവസ്ഥയിലാണ് അർജുനൻ ഈ ഒരു അവസ്ഥ അറിയുന്നു. അതായത് ഭീമസേനനെ ഭാഗദത്തൻ മർദ്ദിച്ച് അവശനാക്കി മൃതപ്രായനാക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭീമസേനനെ ഭാഗദത്തൻ വധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പാണ്ഡവർ യുദ്ധത്തിൽ പരാജയപ്പെടും. അപ്പം എത്രയും വേഗം ആർക്ക് പോകണം? അർജുനന് പോകണം. അർജുനൻ അതിവേഗം കുറച്ച് അസ്ത്രങ്ങൾ ഉപയോഗിച്ച് സമസപ്തകന്മാരെ വധിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പിന്മാറുന്ന അവസ്ഥയിലേക്ക് എത്തി. സമസപ്തകന്മാർക്ക്, സുശർമൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അർജുനനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഒളിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ ട്രെയിൻ ചെയ്ത അല്ലെങ്കിൽ സാത്യകി ട്രെയിൻ ചെയ്ത കൃതകർമാവിന്റെ നേതൃത്വത്തിലുള്ള നാരായണീ സേന അർജുനനെ ആക്രമിക്കാൻ വരികയാണ്. അപ്പം കൃഷ്ണന്റെ സ്വന്തം ആർമിയല്ലേ നാരായണീ സേന. അവർ അതിശക്തമായിട്ടുള്ള ആർമിയാണ്. അവരെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ച് കൃഷ്ണൻ തന്നെ അർജുനന് നിർദ്ദേശം നൽകുകയാണ്. പാർത്ഥ, നീ മറ്റേ ഒരു ദേവന്റെ പേരുണ്ടല്ലോടെ, ഈ മയൻ, ദേവശില്പി എന്ന് വിളിക്കുന്ന ആളിന്റെ പേരെന്തുവായിരുന്നു? ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാസ്ത്രം, അത് തന്നെ. നീ വിശ്വകർമാസ്ത്രം പ്രയോഗിക്കൂ. വിശ്വകർമാസ്ത്രം പ്രയോഗിക്കുന്നതിലൂടെ ഒരു മായ സൃഷ്ടിക്കും. അപ്പം മയൻ വിശ്വകർമ്മ അങ്ങനെ പോയതാണ് കേട്ടോ, ഞാൻ പെട്ടെന്ന് പോയതാണ്. വിശ്വകർമാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു മായാപ്രഭാവം അവിടെ ഉണ്ടാക്കി. കാരണം ഈ യുദ്ധഭൂമിയിൽ ആയിരക്കണക്കിന് കൃഷ്ണനും അർജുനനും ഉള്ളതായിട്ട് നാരായണീ സേനയിലെ ആളുകൾക്ക് പ്രതീതമാവുകയും അവർ പരസ്പരം വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ നാരായണീ സേന ഈ വിശ്വകർമാസ്ത്രത്തിന്റെ മായാപ്രഭാവത്തിൽപ്പെട്ട് ഇരുട്ടും, പിന്നെ ഇരുട്ടിൽ അവ്യക്തമായി കാണുന്നത് കൃഷ്ണനെയും അർജുനനെയുമാണ് തങ്ങളുടെ മുന്നിലെല്ലാം കാണുന്നത്. അങ്ങനെ അർജുനനാണെന്ന് കരുതി നാരായണീ സേന പരസ്പരം കൊന്നൊടുക്കുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ഇവർ ആരെ നേരിടാൻ പോവുകയാണ്? നേരിടാൻ പോകുന്നത് വേറെ ആരെയുമല്ല, ഭാഗദത്തനെ നേരിടാൻ പോവുകയാണ് അർജുനൻ. ഭാഗദത്തനും അർജുനനും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. കാരണം ഭാഗദത്തൻ ആനപ്പുറത്തിരിക്കുന്ന കാലത്തോളം ഭാഗദത്തനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അസംഭവ്യമാണ്. ഭാഗദത്തന്റെ ആനയും വളരെ ശക്തമായിട്ടുള്ളത് തന്നെയാണ്. ആനയ്ക്ക് തന്നെ അതിശക്തമായിട്ടുള്ള പടച്ചട്ടയും കാര്യങ്ങളും ഉണ്ട്. രണ്ടുപേരും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. അവസാനം ഭാഗദത്തൻ തന്റെ വജ്രായുധമായിട്ടുള്ള അല്ലെങ്കിൽ തന്റെ മോസ്റ്റ് ഫിറോഷ്യസ് വെപ്പണായിട്ടുള്ള വൈഷ്ണവാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിക്കുകയാണ്. വൈഷ്ണവാസ്ത്രത്തിന് മുന്നിൽ അർജുനന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മനുഷ്യന്മാർക്ക് ഒരിക്കലും വൈഷ്ണവാസ്ത്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും വൈഷ്ണവാസ്ത്രം പതിച്ചു കഴിഞ്ഞാൽ അർജുനൻ മരിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ അർജുനന് നേരെ വൈഷ്ണവാസ്ത്രം പ്രയോഗിക്കുകയാണ് ഭാഗദത്തൻ. ഭാഗദത്തൻ വൈഷ്ണവാസ്ത്രം പ്രയോഗിക്കുമ്പോൾ മഹാവിഷ്ണുവായിട്ടുള്ള ശ്രീകൃഷ്ണൻ അതിൻ്റെ ഇടയ്ക്ക് കയറി നിന്നിട്ട് ആ ഒരു അസ്ത്രത്തിനെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കമലപുഷ്പങ്ങൾ താമരയായിട്ട് ആ വൈഷ്ണവാസ്ത്രം വന്ന് പതിക്കും. അപ്പം പാർത്ഥൻ ചോദിക്കും, കൃഷ്ണ, വാസുദേവാങ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? മോനെ അർജുന, പാർത്ഥ, വൈഷ്ണവാസ്ത്രത്തിനെ തടുക്കുക എന്നത് മനുഷ്യ സാധ്യമല്ല, എനിക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ, മറ്റാരെക്കൊണ്ടും സാധിക്കുകയല്ല. ഇപ്പോൾ അവൻ വൈഷ്ണവാസ്ത്രം പ്രയോഗിച്ചിട്ട് നിൽക്കുകയാണ്. ഇത്ര വേഗത്തിൽ ഇനി അവനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് കുറച്ച് സംഭവ്യമാണ്. അല്ലാത്ത പക്ഷം ഭാഗദത്തനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് പ്രശ്നമാണ്. അവൻ ഉപയോഗിച്ച് നിന്ന് ഇനി വൈഷ്ണവാസ്ത്രം പ്രയോഗിക്കാനുള്ള ഇടവേള ആർക്ക് കൊടുക്കരുത്? ഭാഗദത്തന് കൊടുക്കരുത്. അവനെ ആക്രമിക്കണം. അങ്ങനെ ഈ ഒരു പ്രിപ്പറേഷൻ ടൈം ഭാഗദത്തന് കൊടുക്കാതെ യുദ്ധം ചെയ്ത് ഭാഗദത്തൻ്റെ ഉടലും തലയും അസ്ത്രം ഉപയോഗിച്ച് വേർപെടുത്തുകയാണ് ആര് ചെയ്യുന്നത്? അർജുനൻ ചെയ്യുന്നത്. അങ്ങനെ അർജുനൻ ഇവരെ ഭാഗദത്തനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. യുദ്ധം മറ്റൊരു സ്ഥിതിയിലും അങ്ങനെ പോവുകയാണ്. അതിനുശേഷം അർജുനൻ കൂടി വന്ന് യുദ്ധം ചെയ്തതോടുകൂടി ദ്രോണരും അർജുനനും തമ്മിലുള്ള ഫൈറ്റായി. സൂര്യാസ്തമയം വരെ ആ ഒരു ഫൈറ്റ് പോയി. അങ്ങനെ ഈ ദിവസവും അവസാനിക്കുന്നുണ്ട്. അടുത്ത ദിവസത്തേക്കാണ് നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. സമസപ്തകന്മാരായിട്ടുള്ള ത്രിഗത പോരാളികളെ ഉപയോഗിച്ചുകൊണ്ട്, ജയദ്രഥന്റെ വരബലം ഉപയോഗിച്ചുകൊണ്ട് ചക്രവ്യൂഹം നിർമ്മിച്ച് അതിലൂടെ പാണ്ഡവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ പദ്ധതി. അതിനെക്കുറിച്ച് നാളെ ചെയ്യാം.
അപ്പം ഇന്ന് ഞാൻ വളരെ കണ്ടന്റ് ഷോർട്ടാക്കി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ഫൈറ്റ് ചെയ്ത യോദ്ധാക്കൾ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം കുറച്ച് ലെങ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം ഞാനത് വേഗം ഫിനിഷ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ ഉപകാരം.